അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഉമ്മർ ബായ്. ക്ലബ് ഹൗസിലൂടെ നിങ്ങൾക്കൊക്കെ ഉമ്മർ ബായിയുടെ ശബ്ദം നല്ല പരിചയം ഉണ്ടാവും. ക്ലബ് ഹൗസിൽ കുറേ കാലം ഇസ്ലാമിസ്റ്റുകളുമായി പടപൊരുതിയിരുന്ന പുലികളിൽ മുൻപന്തിയിലുള്ള ആളാണ് ഉമ്മർ കോട്ടക്കൽ സ്വദേശിയാണ്. ഇപ്പോൾ കുറച്ചു കാലമായിട്ട് അദ്ദേഹം UK സെറ്റിൽ ചെയ്തിട്ടുള്ളത്, ജോലി ചെയ്യുന്നത് കുടുംബസമേതം അവിടെയാണ്. നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതാണ്. ഞാൻ ഉമ്മർ ബായെ ഇതുവരെ നിങ്ങൾ ശബ്ദത്തിലൂടെ മാത്രം പരിചയം ഉണ്ടായിരുന്ന അദ്ദേഹത്തെ ഇനി മുഖം കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. ഉമ്മർ ബായി ആരാണ്, എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലെത്തിയത് എന്നൊക്കെ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ഉമ്മർ, ഞാൻ മനസ്സിലാക്കുന്നത് നല്ല വിശ്വാസിയായിട്ട് ദീർഘകാലം ജീവിച്ച ആളാണെന്നും പിന്നീടാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചതെന്നുള്ളൂ. എന്താണ് ഉമ്മറിൻ്റെ ഒരു ചരിത്രം, ഈ ഒരു മുർത്തദാകുന്നതിലേക്കുള്ള ഒരു നാൾ വഴികൾ? അതിന് മുമ്പ് ഉമ്മർ ആരാണ് എന്നതിനിപ്പോൾ ഞാൻ പറഞ്ഞത് പോരാതെ പരിചയപ്പെടുത്തേണ്ടതായിട്ടുള്ള പ്രാഥമിക വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു 1-to-1 ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മാഷേ, താങ്ക്സ്, ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി. ഞാൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ മനസ്സ് തുറക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഈ ഒരു സ്റ്റേജ് ഇത് ഇപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ അള്ളാൻ്റെ അവസ്ഥയിലായിരുന്നു, ആകാശത്തായിരുന്നു. പക്ഷേ താഴത്തേക്ക് ഇറങ്ങി വേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായി. എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത് മാഷേ, ഞാൻ അത്ര വലിയ ഓർത്തഡോക്സ് കുടുംബത്തിലൊന്നുമല്ല ജനിച്ചത്. ആചാരാനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്ര ഓർത്തഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വെള്ളിയാഴ്ചയൊക്കെ വീട്ടിൽ നമ്മൾ ഇപ്പോൾ കൊലായിൽ പോയിരിക്കുകയാണെങ്കിൽ ഒന്ന് ഉള്ളിലേക്ക് ഇങ്ങോട്ട് പോരുക, ആരെങ്കിലും കാണും എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നമ്മളെ ഒരു പ്രയാസപ്പെടുത്തിയിട്ട് പള്ളിയിൽ പോകാൻ അങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ഒരു മനുഷ്യതും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ വല്യമ്മ ഒക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നത് കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. പക്ഷേ എന്നെ സംബന്ധിച്ച് മനുഷ്യന്മാർക്കൊക്കെ ഇപ്പോൾ ഒരു ജീവിതത്തിൽ പ്രതിസന്ധി എന്നുള്ള സംഗതി മനുഷ്യനുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പുതിയ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം തേരൊക്കെ മതങ്ങളെക്കുറിച്ച് ആളുകൾ പുറത്തേക്ക് വരുമ്പോൾ മതം കടിച്ചിട്ടവർ, മതം നുള്ളിയവർ, മന്തിയവർ എന്നൊക്കെ പറഞ്ഞ ടൈറ്റിൽ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങൾ പല ആളുകൾക്കും ഉണ്ടായിട്ടുണ്ട്. ചില ആളുകളെ മതം കടിച്ചിട്ടുണ്ട്, മാന്തിയിട്ടുണ്ട്, നുള്ളിയിട്ടുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷേ എന്നെ മതം കടിച്ചിട്ടുണ്ടോ, നുള്ളിയിട്ടുണ്ടോ, മാന്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം എന്ന് മഴയായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന മതം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഇതിലേക്ക് ഞാൻ വരാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ മതം എന്ന് പറഞ്ഞാൽ ഒരു തറവാടാണ്. ഈ തറവാട് വിട്ടിട്ട് നമുക്ക് ഒരിക്കലും വിട്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. അപ്പോൾ ജീവിതത്തിൽ എനിക്കൊരു പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പ മരണപ്പെട്ടു. അപ്പോൾ മരണപ്പെടുന്നതിന് മുമ്പുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത് മാഷ് പറഞ്ഞ പോലെ തന്നെ ഞാൻ വിശ്വാസിയാണ്. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ അത്ര ഒരു കൃത്യനിഷ്ഠയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഞാൻ റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ടാണ് കിടന്നിറങ്ങിയത്. അത് ആ 10 സലാത്തിനോട് ചൊല്ലിയിട്ട് സലാം കിട്ടിയിട്ട് ഊതി എന്നൊക്കെ നല്ലോണ്ട് ഊതിയിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. അത് ഞാൻ എൻ്റെ ഒരു 10-30 വയസ്സ് വരെ എൻ്റെ ജീവിതം അങ്ങനെയാണ്. 3 വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അവിടെ സീൽ വെട്ടുന്നൊക്കെ എഴുതി വെച്ച് പറയുമെങ്കിലും ഞാൻ അതൊന്നും ചില സമയത്ത് അതും ആ 3 ആഴ്ചക്കൊന്നും വെയിറ്റ് ചെയ്യില്ല, എന്നാലൊന്ന് പള്ളിയിലൊക്കെ ഒന്ന് പോകും. അപ്പോൾ ഈ പ്രതിസന്ധി എന്ന് പറയാൻ അപ്പോൾ ഈ പ്രതിസന്ധിയുടെ മുമ്പ് ഈ പറയുന്നതിനുള്ള കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ MM അക്ബറൊക്കെ ഭയങ്കര ഫാനായിരുന്നു. MM അക്ബർ ആണല്ലോ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ. അല്ലെങ്കിൽ ഇപ്പോൾ ദീദാത്ത്, അഹമ്മദ് ദീദാത്ത്, സാക്കിർ നായിക്, അബ്ദുറഹ്മാൻ ഗ്രീന്, ഹംസ യൂസഫ്, ബിലാൽ ഫിലിപ്സ്, ഇതുപോലുള്ള ഇൻ്റർനാഷണൽ ടീമിൻ്റെ ഒരു സ്ഥിരം ആരാധകനായിരുന്നു. അപ്പോൾ ഞാനൊക്കെ നാട്ടിൽ വരുമ്പോൾ MM അക്ബറിൻ്റെ ആ കാലത്ത് കാസറ്റ് നമ്മൾ കൊണ്ടുപോകും. പിന്നെ CD, പഴയ ഓഡിയോ കാസറ്റൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് പിന്നെ CD അങ്ങനെയൊക്കെ കൊണ്ടുപോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പിന്നെ വീഡിയോ കാസറ്റൊക്കെ കൊണ്ടുപോയിട്ട് ഇത് ഞാൻ എൻ്റെ സ്ഥിരം ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലണ്ടനിൽ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നാൽ, പഠിത്തം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാസറ്റ് കാണുകയാണ്. കേട്ടിട്ട് നമ്മൾ ഭയങ്കര ആവേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആവേശത്തിൻ്റെ ഒരു ഊക്ക് ഞാൻ പറഞ്ഞുതരാം.
പണ്ട് ഏതോ ഒരു സിനിമയിൽ MGR നിന്ന് കത്തി നഷ്ടപ്പെട്ടപ്പോൾ തിയേറ്ററിൽ പിടിങ്കെ എന്ന് പറഞ്ഞാൽ കത്തി സ്ക്രീൻ കണ്ട് വലിച്ചെറിഞ്ഞു. അപ്പോൾ സോറി ഈ പറയുന്ന MM അക്ബർ മലയാളത്തിലാകുമ്പോൾ കുറച്ച് നമുക്ക് നമ്മളെ ഭാഷയാകുമ്പോൾ പിന്നെ അതിൻ്റെ ഒരു സുഖം വർധനയുണ്ടല്ലോ. പാസ്റ്റർമാർക്ക് ഇങ്ങനെ മറുപടി ഇങ്ങനെ കൊടുക്കുമ്പോൾ ഞാൻ തന്നെ, അതായത് ഞാൻ ഇതിൻ്റെ ഒരു ഭ്രമത്തിൽ പെട്ടിട്ട് ഞാൻ ഈ TV നോക്കിയിട്ട് പറയാണ്, കൊടുക്ക്, പണി കൊടുക്ക്, അവർക്ക് നല്ലതുപോലെ കൊടുക്ക്. ഒരു വല്ലാത്ത ഭ്രമത്തിൽ അകപ്പെടുകയാണ്. കാരണം ആ കാലത്ത് നമുക്ക് മതങ്ങളെക്കുറിച്ചുള്ള വായനയില്ല. ഈ പറയുന്ന ഖുർആനോ ഹദീസോ ബൈബിളോ അല്ലെങ്കിൽ മറ്റ് വേദഗ്രന്ഥങ്ങളോ പറയുന്നത് എന്താണെന്നൊന്നുമില്ല. എല്ലാം അതിൻ്റെ A to Z MM അക്ബർ, സാക്കിർ നായിക്, അതാണ് സാക്കിർ നായിക്. ഈ പടനായകന്മാർ ഇങ്ങനെ പൊരുതിയിട്ട് നമ്മളെ മതം ഇങ്ങനെ ജയിക്കുന്നു, നമ്മളെ മതം ഇങ്ങനെ ജയിക്കുക, നമ്മളെ ജയിക്കുക എന്ന് മാത്രമല്ല, ആരെങ്കിലുമൊക്കെ നമ്മളെ വീട്ടിൽ ഒരു എന്താ പറയുക, അപ്പോൾ മതം കൊണ്ട് നമ്മൾ മനുഷ്യരെ അന്യരാക്കുകയാണല്ലോ. അപ്പോൾ ആ ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു മതക്കാരായ സുഹൃത്ത് എന്നോട് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ ഇടയിൽ കൂടെ ഈ CD ഒന്നുകൊണ്ട് കടത്തിന്ന് കൊടുക്കുക. എന്താ വെച്ചാൽ ഇതൊന്ന് കണ്ടോട്ടെ, ക്രിസ്ത്യാനായിട്ടുള്ള സുഹൃത്ത്, നമ്മളെ മനസ്സിലുള്ള ചിന്തയാണ്. ഇത് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധ ബുദ്ധിയൊന്നുമില്ല. അത് കണ്ടു കഴിഞ്ഞാണ്ട് അവരുടെ വിശ്വാസം തെറ്റായിക്കാണ്ട് നമ്മളതേക്ക് വന്നാലോ, ഒരു 40 പള്ളിയെടുത്ത കൂലി കിട്ടിയാലോ എന്നുള്ളൊക്കെ ഒരു ആഗ്രഹ ചിന്ത, വിഷ്വൽ തിങ്കിങ് എന്നൊക്കെ പറയില്ല, അങ്ങനൊക്കെ ഒരു ചിന്ത മനസ്സിലുണ്ടായി. എനിവേ ഇതാണ്ട് ഈ ഒരു തുടക്ക കാലഘട്ടം. അതായത് ചെറുപ്പത്തിൽ വലിയ ഭക്തി അന്തരീക്ഷം ഒന്നും ഇല്ലാതെ വളർന്നിട്ടും ഈ ദൈവയുടെ കൊടുങ്കാറ്റിൽ ആ ഒരു ഇൻഫ്ലുവൻസിൽ പിന്നെ ഞാൻ ഈ ഇവിടെ നാട്ടിലുള്ള സമയത്ത് കണ്ടാൽ ഞാൻ പാരമ്പര്യ സുന്നി കുടുംബത്തിൽ ജനിച്ച ആളുകളാണ്. അപ്പം അവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുട്ടുംപൊളി നേർച്ച, പിന്നെ ലേലം, കാടമുട്ട ലേലം, അതിങ്ങനെ വിളിക്കുക, പിന്നെ എല്ലാവരുടെയും ആസിലായ മുറാദുകളൊക്കെ അതൊക്കെ ഒന്ന് സുഖപ്പെടുത്തി കൊടുക്കുക, കാതിലെ കമ്പലും കാര്യങ്ങളൊക്കെ 2 കുത്ത് അത്രയേ ഉള്ളൂ. വേറെ പ്രയാസങ്ങളും കാര്യങ്ങളും. അതായത് ഈ കമ്മ്യൂണൽ ഹാർമണിയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതിൽ ഒരു വലിയ ഒരു പങ്ക് സുന്നി കുടുംബങ്ങളിലുള്ള ആളുകൾ, ഇപ്പോൾ ഞാൻ അത് പ്രൊമോട്ട് ചെയ്യല്ല കേട്ടാ, പക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഇപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ ഇപ്പോൾ മൂല്യന്മാരൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ വർഗീയത പറയുന്നുണ്ടെങ്കിലും പൊതുവെ കമ്മ്യൂണൽ ഹാർമണി കാത്ത് സൂക്ഷിക്കുന്നതിൽ ഒരു അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ആ സമയത്താണ് ഈ പറയുന്ന ദേവക്കാരുടെ കടമേറ്റം, വരവ്, ഇതല്ല യഥാർത്ഥ തൗഹീദ് എന്ന് പറഞ്ഞു കാണാണ്. അപ്പോൾ ഞാൻ മാഷ് ഞാൻ പിന്നെ കാട് കറക്കി പോകുന്നുണ്ടെങ്കിൽ മാഷിൻ്റെ സ്റ്റോപ്പ് ചെയ്യുമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒക്കെ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പാലപ്പുറ പള്ളി കോട്ടക്കൽ വല്യമ്മൻ്റെ കൂടെ ഞാൻ പോവും അവിടെ. അപ്പോൾ അവിടെ പോയിട്ട് ഈ ചക്കരയും തേങ്ങയും തരുന്ന പരിപാടിയുണ്ട്. ഈ ശർക്കര ചക്കരയും തേങ്ങ ചീർണി, ഈ ശർക്കരയും തേങ്ങയും കൊണ്ടുപോയിട്ട് ഞാൻ ഇതിപ്പോൾ അമ്പലനടയിൽ എന്ന് പറഞ്ഞ മാതിരി ഒരു പൂർണ്ണമായിട്ടും ആയിട്ടില്ലല്ലോ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, പിന്നെ ഒരു ആചാരപ്രകാരം ഇതൊക്കെ ഉണ്ടല്ലോ, കൂടി കടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ശർക്കരയും തേങ്ങയായിട്ട് പോയിട്ട് അവിടെ ഒരു പള്ളിയിൽ ഒരു മക്ബറ ഉണ്ട്, അവിടെ പോയിട്ട് ഇത് സമർപ്പിക്കും. അപ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണൊക്കെ ഒഴിച്ച് അവിടെ ഒരു വിഗ്രഹം, ഒരു വിളക്കൊക്കെ ഉണ്ടാവും. എന്നിട്ട് മൂപ്പര് അതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് തൊട്ടിട്ട് ഒരു ആ ഒല്ലി എന്ന് പറയും, ഒരു പച്ച ഒരു തുണി, അതിട്ട് നമ്മളൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഒഴിയും, ആരതി ഒഴിയുന്നത് പോലെ ഒക്കെ ഒഴിഞ്ഞ്. ഇതൊക്കെയാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയും. അതിൽ നിന്നാണ് പിന്നെ ഇതല്ല യഥാർത്ഥ തൗഹീദ്, ഷിർക്കാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഉദയം. അപ്പം അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസിൽ ഞാനും പെട്ടു. അപ്പോൾ നമുക്കത് CD വാങ്ങി പോകുന്നു. സാക്കിർ നായിക്ക് നമ്മൾ എത്തുമ്പോൾ വേറെ എന്തോ ഒരു അവസ്ഥയിലേക്ക് കണ്ട് പോവുകയാണ്. അത് എന്താ അവസ്ഥ എന്ന് എനിക്ക് ഇപ്പോൾ പിന്നെ പറഞ്ഞാൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ അത് ഒരു കോമഡിയായി മാറും. അപ്പോൾ അങ്ങനെ ആ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് എൻ്റെ ബാപ്പ മരിക്കുന്നത്. ബാപ്പയൊക്കെ ഞങ്ങൾ കുടുംബമായിട്ട് അവിടെ ലണ്ടനിലാണ്. ഒരുപാട് വർഷമായിട്ട് എൻ്റെ ബാപ്പ ആ സമയത്ത് അവിടെയായിരുന്നു. പക്ഷേ ഞങ്ങൾ കുറച്ച് ലേറ്റർ സ്റ്റേജിലാണ് ഞാൻ എൻ്റെ 18 വയസ്സായപ്പോഴാണ് ലണ്ടനിൽ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഉപ്പ 2011-12 മരണപ്പെട്ടു. പക്ഷേ ഉപ്പ ആണെങ്കിൽ ഒരു ജീവിതം കൊണ്ടൊരു വിശ്വാസിയായിരുന്നു, പക്ഷെ കർമ്മം കൊണ്ടൊരു വിശ്വാസിയല്ലായിരുന്നു. അപ്പോൾ പിന്നെ മൂപ്പര് വിശ്വാസമുണ്ട്, പക്ഷെ കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരം അങ്ങനത്തെ കലാപരിപാടികളൊന്നും ഉപ്പാക്ക് ഉണ്ടായിട്ടില്ല, ആരെയും നിർബന്ധിച്ചിട്ടില്ല. പക്ഷെ മൂപ്പരുടെ വിശ്വാസങ്ങൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചു. നേരത്തെ ലണ്ടനിലാണ്. അപ്പോൾ പിന്നെ ഇപ്പം ഈ നമ്മളങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നും ഉപ്പാക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഉപ്പാൻ്റെ കൂടെ നിന്നടക്കം ഈ കാസറ്റൊക്കെ കാണും. ഉപ്പ അങ്ങനെ കണ്ട് ചിരിക്കുകയൊക്കെ ചെയ്യും. മൂപ്പര് അത് നോക്കും, പക്ഷെ അതിനെക്കുറിച്ച് കമൻറ്റുകളോ അങ്ങനെ ഒന്നും പറയില്ല.
ഉപ്പാൻ്റെ ഇപ്പം മരിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ ഈ ഒരു നാടിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആദ്യകാലങ്ങളിൽ വലിയൊരു താല്പര്യമില്ലെങ്കിൽ ഇപ്പോൾ നാടിനോട് താല്പര്യം പിൽക്കാലത്ത് വന്നു. പിന്നെ അതുമല്ല മൂപ്പര് ഗാന്ധിയനായിരുന്നു. പാസ്പോർട്ടൊന്നും മാറ്റിയിട്ട് ഇല്ല അവിടെ UK ഒരുപാട് വർഷമായിട്ട് പോലും. മൂപ്പര് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നാട്ടിൽ കൊണ്ടുപോകണം എന്നുള്ള ഒരു വസിയത്ത് പോലെ മൂപ്പര് പറഞ്ഞു. അപ്പോൾ ഒരു ഓപ്പറേഷൻ ഇടയിലായിരുന്നു എൻ്റെ ഉപ്പാൻ്റെ മരണം. അപ്പോൾ അത് നമുക്ക് വലിയൊരു പ്രയാസം, ഇസ്കീമിക് ഹാർട്ട് ഡിസീസ് പറഞ്ഞിട്ട് മൂപ്പർക്ക് ഈ ഓപ്പറേഷന് ഇടം മരിച്ചു. അങ്ങനെ നാട്ടിൽ ഉപ്പാനെ കൊണ്ടുവരികയാണ്. അപ്പം ഞാനാണ് ഈ കൊണ്ടുവരുന്നത്. എൻ്റെ വീട്ടുകാർ, ഉമ്മ, അതായത് ജ്യേഷ്ഠനൊക്കെ ഇങ്ങോട്ട് നാട്ടിലേക്ക് മടങ്ങി. അപ്പം ഞാൻ അവിടുന്ന് പല ഈ ബോഡി വിട്ട് കിട്ടണം, അതിൻ്റെ ഒരുപാട് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞിട്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിലെത്തുന്നത്. അപ്പം ഞാൻ ഈ യാത്രയിലൊക്കെ ഉടനീളം ഞാൻ ചിന്തിക്കണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ബാപ്പ മരിച്ചു പോയി കഴിഞ്ഞാൽ എനിക്കും ഇതുപോലൊരു മരണമൊക്കെ ഉണ്ടല്ലോ എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വരികയാണ്. അങ്ങനെ നാട്ടിലെത്തി ഉപ്പാൻ്റെ കബറടക്കം നടക്കുകയാണ്. അപ്പം ഞാൻ അതിനു മുമ്പ് ഒരുപാട് കബറടക്കങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന് സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതിങ്ങനെ കണ്ടിട്ട് ഇവരിങ്ങനെ കല്ലെറിയുന്നു, കുഴിയിലേക്ക് ഇങ്ങനെ ചെയ്യുന്നു, ഒരു പ്രത്യേക താളത്തിൽ എന്തൊക്കെയോ ചൊല്ലി പറയുന്നു. ഇതൊക്കെ നമ്മൾ ഒരു നേർക്കാഴ്ച പോലെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് കഴിഞ്ഞ് എൻ്റെ മനസ്സിലൊരു ചിന്ത പെട്ടെന്ന് വന്നു. ആ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 അടി പിന്നിട്ട് കഴിഞ്ഞാൽ ഇതോടുന്ന് 8 അടി പിന്നിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് മരണത്തിൻ്റെ മലക്കുകൾ ഈ ഖബറിലെത്തും. എന്നിട്ട് എൻ്റെ അപ്പ എന്ന് പറഞ്ഞാൽ വിശ്വാസിയാണെങ്കിൽ പോലും കർമ്മം കൊണ്ട് വിശ്വാസിയായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഇപ്പാൻ്റെ അടുത്ത് ഇവിടെ വരും, ഈ മലക്കുകൾ വരും, ചോദ്യം ചെയ്യും. ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൻ റബ്ബുക എന്നുള്ളതാണ്, നിൻ്റെ റബ്ബ് ആരാണ്. പിന്നെ ചോദിക്കും മൻ നബിയുക, പിന്നെ ഈ പറയുന്ന കിബിലിനെ കുറിച്ച്, ഡയറക്ഷനെ കുറിച്ച് ചോദിക്കും, ദീനിനെ കുറിച്ച് ചോദിക്കും. ഇതൊക്കെ എൻ്റെ ഇപ്പം പറയാൻ നേരത്തെ ചോർന്നു. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കഥ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 13-ാം വയസ്സിൽ മന്ത്രക്കളത്തിൽ ഇരുന്ന് കണ്ട് എൻ്റെ വല്യമ്മ ഈ ക്വസ്റ്റ്യനൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്, അതൊരു അറിവ് വേറെ. മന്ത്രക്കളത്തിൽ എന്ന പോലെ ഞാൻ ഈ പഠിക്കാൻ അതിനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ വല്യമ്മക്ക് ഒരു 10-80 വയസ്സായപ്പോൾ ഈ ഒരുപാട് പ്രയാസങ്ങൾ വന്നു. അപ്പോൾ രാത്രി ഒരു 12 മണിക്കൊക്കെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ വല്യമ്മ വിളിക്കും. അന്നൊരു 10, 12, 13 വയസ്സുകാരനാണ്. ഇവിടെ വാ മോനെ, എന്നാണ് അതാ വരുന്നത്, ആരാണ്? അസ്രായേൽ. അപ്പോൾ ഞാൻ വല്യമ്മയോട് പറയും, വല്യമ്മ അവിടെ അസ്രായേലൊന്നുമില്ലല്ലോ, മനസ്സിലായില്ല. അപ്പോൾ അസ്രായേൽ എന്ന ആളുകൾക്ക് അറിയാത്ത ആളുകൾക്ക് മരണത്തിൻ്റെ മലക്ക് കാലെന്ന് പറയാണെങ്കിൽ, അപ്പോൾ അത് വരുമല്ലോ എന്നുള്ള. അപ്പോൾ ഞാൻ അവിടെ വല്യമ്മ അങ്ങനെയില്ല, വല്യമ്മനെ സാന്ത്വനിപ്പിക്കും. എന്നിട്ട് വല്യമ്മ കുറച്ച് എന്നോട് ഈ കഥകളൊക്കെ പറയും, ഇങ്ങനെ മരിച്ചു പോയ അങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതല്ല ഈ സമയത്ത് ഒരു മന്ത്രക്കളത്തിൽ നിൽക്കുന്ന ഒരു കുഞ്ഞിനെ പോലെ എൻ്റെ ഒരു 10-32 വയസ്സിലേക്ക് എൻ്റെ മനസ്സിലേക്ക് ഓടി എത്തിയപ്പോൾ എൻ്റെ അപ്പം മരണപ്പെട്ടു. അവിടെ മലക്കുകൾ വീഴുന്നു. 8 അടി പിന്നിട്ട് കഴിഞ്ഞാൽ ആ ഉപ്പാക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ പ്രയാസപ്പെടുന്ന കാഴ്ച ഞാൻ കാണുന്നു. പിന്നെ ഉപ്പാൻ്റെ ഈ ഖബറ് എന്താ പറയുക, തീ കൊണ്ട് നിറക്കപ്പെടുന്നു. അവിടെ സർപ്പങ്ങൾ ഉണ്ടാകുന്നു, ദണ്ട് കൊണ്ട് ഉപ്പാൻ ആഞ്ഞടിക്കുന്നു. ഇതൊക്കെ ഉണ്ട്. അതായത് യൗമുൽ ഖിയാമ, അതായത് മരണത്തിന് ശേഷമുള്ള ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടുന്നതിനെ കുറിച്ചുള്ള ചിന്തകളേക്കാൾ ഉപരി ഈ ഖബർ എന്ന ശിക്ഷയെക്കുറിച്ച് ഓരോ മുസ്ലിങ്ങളും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളങ്ങനെ ചിന്തിച്ച് ഞാൻ തിരിച്ച് ലണ്ടനിലേക്ക് മടങ്ങുന്ന സമയത്ത് മാഷേ ഞാൻ ഈ ഫ്ലൈറ്റിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ ഫ്ലൈറ്റ് ഏത് സമയവും പൊട്ടിത്തെറിക്കാം. ഒരു ടേർബുലൻസിൽ വന്നിട്ട് ഇത് ആടി ഉലയാം, ഇത് താഴേക്ക് വരാം, ഇത് പൊട്ടാം. ഞാൻ എൻ്റെ കുട്ടികളെക്കുറിച്ച്, അന്ന് എനിക്ക് കുഞ്ഞുണ്ട്, അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ, 1 വയസ്സൊക്കെ ആയ ഒരു കുഞ്ഞിനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ പാർട്ട്ണറെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കുന്നുണ്ട്, എൻ്റെ ഉമ്മാനെ പറ്റിയോ പെങ്ങന്മാരെ പറ്റിയോ ഒന്നുമല്ല ചിന്തിക്കുന്നുണ്ട്. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിക്കുകയാണ്. എൻ്റെ അപ്പം മരണപ്പെട്ടതുപോലെ ഞാനും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന ഖബറൊന്നും ഉണ്ടാവില്ല, അത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ. പക്ഷേ എന്നാൽ പോലും ഒരു ഖബറ്, എന്നാൽ പോലും അതുപോലൊരു പ്രതീതിയിൽ എത്തപ്പെടും. അങ്ങനെ ഈ ഒരു ടെൻഷന് എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരണം മാഷെ. വന്നിട്ട് ഞാൻ ലണ്ടനിലെത്തി. ഞാൻ ആദ്യമായി ഒരു ഭ്രാന്തനെ പോലെ ഞാൻ പള്ളിയിലേക്ക് ഓടി. കാരണം എന്താ, എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടണം. എനിക്ക് ഈ ഒരു ഭയം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താവും എന്നുള്ളൊരു ഭയം. ഞാൻ ആകപ്പാടെ ഡിപ്രസ്ഡായി മാഷ്. ഞാൻ ആദ്യമായിട്ട് പള്ളിയിലേക്ക് ഓടി.
പോയി 2 ദിവസം പോയി, പക്ഷെ സമാധാനമല്ല. കാരണം എനിക്ക് ഒരുപാട് വീട്ടിൽ തീർക്കാനുണ്ട്. ഞാൻ നോമ്പൊന്നും അവിടെ നിങ്ങൾ താമസിക്കുന്നിടത്ത് പള്ളി പള്ളിയുണ്ട് അവിടെ പള്ളിയുണ്ട്. പിന്നെ അവിടെ ഒരുപാട് വിശ്വാസികൾ വരുന്നുണ്ട്, ഉണ്ട്. അങ്ങനെ അവിടെ പോകുന്നു. അത് പോയപ്പോൾ ഞാൻ പള്ളിയിൽ നിന്ന് മാറ്റി പിടിച്ചു. ഞാൻ പിന്നെ തബ്ലീഗിൻ്റെ പള്ളി, സുന്നി പള്ളിക്കൊന്ന് മാറിയിട്ട് തബ്ലീഗുകാരുടെ ഒരു പള്ളിയിൽ പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ പിന്നെ മനസ്സിന് സമാധാനം കിട്ടണമല്ലോ. അപ്പോൾ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവിടുത്തെ ഈ തബ്ലീഗുകാരുടെ പള്ളിയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ അവിടെ ഇങ്ങനെ ആളുകൾ എണീറ്റ് നിന്നിട്ട് ചില ആൾക്കാർ ഇന്ത്യയിൽ പോകുന്നു, ചില പാകിസ്ഥാനിൽ പോകുന്നു. ഇങ്ങനെ പിന്നെ ഒരു പ്രതിജ്ഞയാണ് പരസ്പരം, നമ്മൾ ഇന്ന സ്ഥലത്ത് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇത്തരം ഒളിച്ചോടൽ പോലൊക്കെ എനിക്ക് ഇവരെ ഈ കാര്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഈ പള്ളിയിൽ പോയിട്ടൊന്നും എനിക്ക് സമാധാനം കിട്ടുന്നില്ല. അപ്പോഴാണ് മാഷേ ഞാൻ ഈ മരണത്തിനെക്കുറിച്ച് എന്താണ് മറ്റ് ഈ ഖുർആൻ പറയുന്നത്, മരണത്തിന് ശേഷം ഈ ഖബറിനെ കുറിച്ച് എന്താണ് ഖുർആൻ പറയുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു വായന നടത്തുന്നത്. അപ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഖുർആനിൽ ഖബർ ശിക്ഷയെക്കുറിച്ച് പറയുന്നേയില്ല. ഖബർ ശിക്ഷയെക്കുറിച്ച് ഖുർആനിലില്ല. ഇപ്പോൾ അവർ പറയുന്നുണ്ട് ഖുർആനിൽ ഏതോ ഒരു ആയത്തൊക്കെ വെച്ച് കണ്ട് ഒരു ഒപ്പിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ തിരഞ്ഞിട്ട് കണ്ടില്ല. അപ്പം ഞാനിങ്ങനെ മറ്റ് മതഗ്രന്ഥങ്ങളിലൊക്കെ ഇത് പറയുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തി. അപ്പോൾ ഖബർ ശിക്ഷനെ കുറിച്ചില്ല, പക്ഷെ അന്ത്യനാളിനെ കുറിച്ചുള്ള സംഗതികളുണ്ട്. എല്ലാ മതങ്ങളിലും പറയുന്നു. ഖബർ എന്ന ശിക്ഷയെക്കുറിച്ച് എവിടെയും പറയുന്ന ഈ ദണ്ഡ് കൊണ്ട് അടിക്കുകയും വന്നുകൊണ്ട് ഈ ചോദ്യം ചെയ്യലൊന്നുമില്ല. അപ്പോൾ ഒരു സമാധാനം. ഖുർആനിൽ ഖബറിൻ്റെ ശിക്ഷനെ കുറിച്ചില്ല, മറ്റ് മതങ്ങളിലൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ പിന്നെ ഹദീസിലേക്കുള്ള ഒരു പഠനം. അപ്പോൾ ഈ ഖബർ ശിക്ഷയാണ് തിരഞ്ഞത്. കാരണം എനിക്ക് മനസ്സമാധാനമില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ ഇംബാലൻസ് എന്നൊക്കെ നമ്മൾ പറയും. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സമാധാനമില്ല മാഷെ. നമ്മളെ ഈ ഒരു മൊത്തം സിസ്റ്റം തകരാറായി. പിന്നെ ഇതിനെക്കുറിച്ചുള്ള നിരന്തരമായിട്ടുള്ള ചിന്തകളാണ്. സത്യം പറയുന്നത് എനിക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. നമ്മൾ ഇൻസമിനിയ എന്ന് പറഞ്ഞ ആ ഒരു സ്റ്റേജിലെത്തിയാണ്. എന്നിട്ട് ഹദീസിൽ മുങ്ങി താന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഹദീസ് എന്ന് പറയുന്നത് 6 ലക്ഷം കെട്ടുകഥകളുടെ സമാഹാരമാണ് എന്നുള്ള ഒരു അറിവ്. അപ്പോൾ അത് നമുക്ക് ഓബിയസ്ലി നമ്മൾ 1-2 ഹദീസുകൾ തന്നെ നമുക്ക് പിന്നെ നമുക്കത് പെട്ടെന്ന് നമുക്ക് ആ ഹദീസിൻ്റെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഖുർആൻ അത്ര പെട്ടെന്ന് മനസ്സിലായെങ്കിൽ പോലും. കാരണം ഇത് ഈ പിന്നെ കരിഞ്ചീരകം മരണമല്ലാത്ത എല്ലാ രോഗത്തിനും ശമനാവശ്യതാണ് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു പൊട്ടത്തരം, ഒരു വിഡിത്തരം, ഞാൻ ആ വാക്ക് തിരിച്ചെടുക്കുന്നു, നമുക്ക് വിഡിത്തരം വേറല്ലല്ലോ. അപ്പോൾ ഹദീസ് എന്ന് പറയുന്നത്, അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ അങ്ങനെ ഒരു ചിന്തന മനസ്സിലുണ്ടായി. ഒരു പക്ഷേ ഈ അറേബ്യകൾ പല രാജ്യങ്ങളിലൊക്കെ പോയിരുന്നു, നമ്മൾ ഇന്ത്യയുമായിട്ടൊക്കെ ബന്ധം അവർക്ക് ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് പോയതാണോ അപ്പോൾ ഈ കാലം എന്നുള്ള സങ്കല്പങ്ങളും മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരും ഇതുപോലെ ഈ ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഹദീസിൽ കടന്നുകൂടിയതാകാം എന്നുള്ളതാണ്. എനിവേ ഞാൻ പൂർണ്ണമായിട്ടും ഹദീസിനെ തള്ളി. ചേകന്നൂർ അങ്ങനെ ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഖുർആനാണ് അൾട്ടിമേറ്റ്ലി എന്നുള്ള ഒരു മനസ്സിലാക്കി എനിക്ക് ഏകദേശം വിഡിത്തങ്ങളാണ് എന്നൊരു ബോധ്യം ഉണ്ടായി. വായനയാണ് പ്രശ്നം. ഹദീസ് പൂർണ്ണമായും കെട്ടുകഥകളാണെന്നുള്ളൊരു ബോധ്യമുണ്ടായി. അപ്പം ഞാൻ ഒരു ഖുർആനിസ്റ്റായിട്ട് ഒരു വായന പിന്നെയും നടത്തി. ഖുർആനിൽ പോയി ഒരാവർത്തി 2 ആവർത്തി പിന്നെയും വായിച്ചു. അതിനെക്കുറിച്ച് തഫ്സീറുകൾ നോക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ മാഷെ സത്യം പറയണേ ഞാനിങ്ങനെ പൊട്ടിച്ചിരിക്കുകയാണ്. കാരണം അപ്പോൾ നമ്മളെ ഉസ്താദ് പറഞ്ഞു തന്നെയാണ് സംഭവം. വായിച്ചു ഈ പറഞ്ഞ് പൊട്ടിച്ചിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന പേജും മറിച്ചു. എനിക്ക് പൂർണ്ണ ബോധ്യമായി ശങ്കരാടിയാണ് കൊള്ളത്തലം എന്നുള്ളത്. മനസ്സിലായില്ലേ? ശങ്കരാടിയാണ് കൊള്ളത്തലം എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൽ KP ഉമ്മർ അല്ലെങ്കിൽ ബാലങ്കേ നായരൊക്കെ വില്ലനായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ശങ്കരാടി കൊള്ളത്തലാവുമ്പോൾ നമ്മൾ ചേട്ടൻ അതുല്യനായുള്ള നടനായിരുന്നു. ഞാൻ ഒരു തമാശയായിട്ട് പറയാണ്, ശങ്കരാടി കൊള്ളത്തലിനുമായി വരുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചിരി വരും. കാരണം മൂപ്പരൊരു വില്ലനായിട്ട് നമുക്ക് കാണാൻ തന്നെ പറ്റില്ല. ശങ്കരാടിയാണ് കൊള്ളത്തലൻ എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ ഞാൻ ഈ ഇസ്ലാം എന്ന പ്രസ്ഥാനത്തിൽ നിന്ന് പടിയിറങ്ങാണ്. ഇതാണ് എത്ര വർഷം മുമ്പ് അല്ലെ ഏത് പ്രായത്തിൽ? ഇത് ഇപ്പം എനിക്കിപ്പോൾ 44 വയസ്സായി. അപ്പോൾ ഒരു 12 വർഷം മുമ്പാണ് ഇപ്പം എൻ്റെ ഈ ഒരു ജേണി എന്ന് പറയുന്നത്. 2012 മുതലാണ്.
പക്ഷെ ആ സമയത്ത് മാഷെ ഞങ്ങളെ കുറിച്ചൊന്നും എനിക്ക് അങ്ങനെ ഒരു ആ ഒരു കേട്ടുകേൾവി കാരണം ചോദിച്ചോട്ടെ, ഈ ഖുറാനിൽ കൂടെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എവിടെ വെച്ചാണ് ഈ സ്പാർക്ക് ആദ്യമായിട്ട് ഇതിലെന്തോ പ്രശ്നം ഉണ്ട് എന്നുള്ള തോന്നല് എവിടെ വെച്ചാ വരുന്നത്? ഏത് ഇഷ്യൂ? അത് എനിക്ക് ഒരുപാട് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രപഞ്ചത്തിനെ കുറിച്ചൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഈ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ പ്രപഞ്ചമാണ് വാക്ക് പോലും തെറ്റാണ് കേട്ടോ. ഇല്ല അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഈ ഒരു ആകാശത്തിനെ അള്ളാഹു മടക്കുക, പൊന്തിച്ച് നിർത്തുക, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ചു, എന്താണ് ഈ പറയുന്നത്? എന്താണ് ദൈവത്തിന് ഈ ആകാശം എന്ന് പറയുന്ന സംഗതിനെക്കുറിച്ച് ഈ അള്ളാഹുവിൻ്റെ ഒരു കാഴ്ച എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. പിന്നെ അതുപോലെ പല കാര്യങ്ങളും, ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കറിയാം ഷിർക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഒരു പാർട്ട്ണറെ ആസ്ക്രൈബ് ചെയ്യാണ്, അസോസിയേറ്റ് ചെയ്യാണ് ഒരു പാർട്ട്ണറെ. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ പിന്നെ ഈസബിന് മറിയം, അത് അള്ളാഹുവിന് ദൈവപുത്രൻ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു ആപ്പാടെ ബേജാറാകുന്ന കോലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം മൂപ്പരിക്കൊരു കമ്പാനിയൻ ഉണ്ടാകുക, മൂപ്പരിക്കൊരു മകൻ ഉണ്ടാകുക, അതൊന്നും മൂപ്പരിക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അങ്ങനെയൊക്കെ പറയുന്നൊരു അള്ളാഹു, അതായത് ഷിർക്ക്, അങ്ങനെയൊക്കെ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലും പ്രവർത്തിക്കുന്നതിനും അള്ളാഹുവിന് പറ്റുന്നില്ല. ആ അള്ളാഹു ഖുർആനിൽ പറയാണ് 2 ദൈവങ്ങളുണ്ടായിരുന്നെങ്കിൽ തകരാറാകുമായിരുന്നു. അപ്പം ഈ ഒരു സങ്കല്പം ഈ ഒരു പറഞ്ഞ ദൈവത്തിന് ഉണ്ടാണല്ലോ, മനസ്സിലായില്ലേ? എന്നാലേ കമ്പാരിസൺ സാധ്യമാവുള്ളൂ. അപ്പം ഈ അണ്ടകടാവൊക്കെ സൃഷ്ടിച്ച ഒരു അള്ളാഹു ഈ ഇങ്ങനെയൊക്കെ നിസ്സാരമായിട്ട് സങ്കല്പങ്ങൾ ഉണ്ടാക്കാതെ ഖുർആനെ കൂടെ പറയാം. പിന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ആ സമയത്താണ് ഞാൻ കാൾ സാഗനൊക്കെ വായിക്കുന്നത്. ഇപ്പോൾ പിന്നെ കാൾ സാഗന് ഇപ്പോൾ പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എത്രയോ ബില്യൺ മനുഷ്യനന്മ അയച്ചൊരു പ്രോബ്, അതൊരു പിക്ചർ എടുത്തു, എത്രയോ 3 ബില്യൺ കിലോമീറ്റർ അകലെ നിന്നാണെന്ന് തോന്നുന്നു, നല്ല ഓർമ്മയിൽ. അപ്പോൾ ഈ ഒരു ഉപഗ്രഹം ഒരു ഫോട്ടോ എടുത്തപ്പോൾ അത് അനന്തതയിലൊരു മങ്ങിയ പുള്ളിക്കുത്തായിരുന്നു ആ ഭൂമി എന്ന് പറയുന്നത്. ആ പെയിൽ ബ്ലൂ ഡോട്ട് മൂപ്പര് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മൂപ്പര് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അനന്തതയിലൊരു മങ്ങിയ പുള്ളിക്കുത്തിനെ പിന്നെ ഒരു പക്ഷേ അത് കുറച്ചുകൂടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കുകയായിരുന്നെങ്കിൽ അതൊരു പുള്ളിക്കത്ത് പോലുമായിട്ട് അവശേഷിക്കുന്നില്ല. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ഈ അനന്തതയിലൊരു ഒരു ബിന്ദുവായിട്ടുള്ള ഒരു മങ്ങിയ പുള്ളിക്കുത്ത് പോലല്ലാത്ത ഒരു സാധനത്തെ നോക്കി വ്യാകുലപ്പെടുന്ന ഒരു ദൈവമോ എൻ്റെ ദൈവം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് ഇങ്ങോട്ട് വരികയാണ്. കാരണം ഈ അണ്ടകടാഹം പൊട്ടി വിരിച്ച എന്താ അണ്ടകടാഹത്തിൻ്റെ വലിപ്പം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ നമുക്ക് ഇന്നുപോലും നമുക്ക് ചിന്തിക്കാൻ പറ്റണില്ല. പിന്നെ ഇവിടുന്ന് ഒരു ആൽഫ സെഞ്ചുറിയിലൊക്കെ മനുഷ്യൻ്റെ യാത്ര എന്ന് പറയുമ്പോൾ ഏതൊരു ആധുനിക ടെക്നോളജി വെച്ചിട്ട് പോലും നമുക്ക് നമ്മളെ പിന്നെ ഈ അടുത്ത ഇതിലേക്ക് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടങ്ങളിലാണ്. ആ കാലഘട്ടങ്ങളിലാണ് ഇത്ര വലിയ പ്രപഞ്ചത്തിന് നാഥൻ ഭൂമിയിൽ ഒരു പുള്ളിക്കുത്തിനെ നോക്കിയിട്ട് വ്യാകുലപ്പെടുന്നത് എന്നുള്ള ഒരു പുള്ളിക്കുത്തിനെ അല്ല, ആ പുള്ളിക്കുത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന എന്നുള്ളൊരു അവരെ കുറിച്ച് വ്യാകുലപ്പെടുകയും അവര് സദാസമയവും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയും എനിക്കത് ചെയ്യടാ, ഇത് ചെയ്യടാ, നന്മ ഉണ്ടാകട്ടടാ, അങ്ങനെയൊക്കെ. ഇപ്പം മാഷ് തന്നെ ഒരു പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പോൾ പൂർണ്ണനായിട്ടുള്ള ഒരു ദൈവത്തിന് പിന്നെ എന്തിനാ ഒരു BMW കാറ്, എന്തിനാ ഈ പ്രകീർത്തിക്കണമെന്നൊക്കെ. ഇതൊക്കെ ഈ ഒരു അള്ളാഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററിയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഈ ഖുർആനിലായത്ത് ആദ്യകാലങ്ങളൊക്കെ അവർ പറഞ്ഞത് നിങ്ങൾ പഠിച്ചിട്ട് വിമർശിക്കൂ എന്നുള്ളതൊക്കെയാണല്ലോ. ഔട്ട് ഓഫ് കണ്ടസ്റ്റ് അല്ല, ഈ വിശ്വാസം ഈമാൻ പോയ സമയത്ത് തന്നെ അതിനോടുള്ള പ്രതികരണം പുറത്തിറങ്ങിയിട്ട് അതല്ല, ഇതിലൊരു സ്റ്റേജ്, നമുക്ക് ഒരു ആക്സെപ്റ്റൻസ് സ്റ്റേജ് എന്നുള്ളത് എനിക്ക് ആയി കിട്ടിയില്ല. അത് പലർക്കും അങ്ങനെ ഉണ്ട്. കാരണം നമുക്ക് അള്ളാഹു തന്ന ഒരു ദൈവത്തിൽ നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പക്ഷെ എന്നാൽ പോലും നമുക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, കെടുതികൾ വരുമ്പോൾ നമുക്ക് പിന്നെ ഒരു ആശ്രയമില്ല മാഷേ. അത് ആ ഒരു സ്റ്റേജ് ആ ഒരു സ്റ്റേജിൽ ഞാൻ എത്തിപ്പെട്ടു. ഏകദേശം 2-3 വർഷക്കാലം ഞാൻ നിരന്തരമായിട്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പ്രയാസപ്പെട്ടു. കാരണം മനുഷ്യന് പ്രയാസങ്ങളുണ്ട്. പ്രതീക്ഷയാണ് മനുഷ്യനെ നയിക്കുന്നത് എന്നുള്ളതാണല്ലോ മാഷ. പ്രതീക്ഷ അവസാനിക്കുന്നത് മനുഷ്യ ജീവിതവും അവസാനിക്കുകയാണ്.
അപ്പോൾ ഈ പ്രതീക്ഷ എന്ന് പറയുന്ന വിശ്വാസങ്ങളെ സംബന്ധിച്ച് ഈ ദൈവം എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചത് വിട്ടിട്ട് പോലും എനിക്ക് ആ ഒരു പ്രയാസം ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ നിരന്തരമായ വായനയിലൂടെ കൂടുതൽ ഇതിനെക്കുറിച്ച് ഞാൻ അറിയാൻ തുടങ്ങിയപ്പോൾ ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, സ്റ്റേജ്, അതെ, വിശ്വാസം നഷ്ടപ്പെട്ട് അതേ സമയത്ത് നമുക്ക് ഒരു ചാഞ്ചാട്ടമുള്ള ഒരു സ്റ്റേജ്, ആ സ്റ്റേജിലായിരുന്നു ഏറ്റവും കൂടുതൽ വായനയും ചിന്തയുണ്ടാകുന്നത്. എന്റെ അനുഭവം ആണ്, അങ്ങനെ തന്നെയാണല്ലേ. ഞാനും ഈ ഖുർആൻ വായിച്ച് എന്റെ ഇതിലുള്ള ഈമാൻ പോയപ്പോഴും ദൈവവും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ആ ദൈവം പിന്നെ പോകുന്നത് പിന്നീടുള്ള നമ്മുടെ ഒരു നിരന്തരമായ വായന. ആ സമയത്താണ് നമ്മൾ കോവൂരിന്റെയും അതുപോലുള്ള വലിയ വലിയ ചിന്തകളുടെയും ഒക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് നമുക്ക് ഇതിലൊരു ക്ലാരിറ്റി വരുന്നത്. തീർച്ചയായിട്ടും അതോടുകൂടിയാണ് നമുക്ക് പൂർണ്ണമായിട്ടും പിന്നെ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അതൊരു ബോധ്യപ്പെടലാണ്. കാരണം ഓഫ് കോഴ്സ് നമ്മൾ അങ്ങനെ ഒരു നിസ്സഹായമായിട്ടുള്ളൊരു അവസ്ഥയിൽ നമ്മൾ എത്തും. പക്ഷെ ആ ബോധ്യപ്പെടൽ എന്ന് പറയുമ്പോൾ അത് വലിയൊരു നമ്മളുടെ മാനസികമായ ഒരു ദൗർബല്യത്തിൽ നിന്നാണ് ഈ വിശ്വാസങ്ങളും ഇത്തരം തീർച്ചയായിട്ടും നമ്മൾ തിരിച്ചറിയുന്നതോടുകൂടി പിന്നെ നമുക്ക് ഇതിനെ അവലംബിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജീവിവർഗങ്ങളിൽ മനുഷ്യൻ എന്ന് പറയുന്നത് മറ്റെല്ലാ ബുദ്ധി വികസിച്ച ഒരു ജീവി എന്നതിലപ്പുറം വേറൊരു പ്രാധാന്യം മനുഷ്യന് ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് എന്നെ സംബന്ധിച്ചുണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു ക്ലാരിറ്റി വന്നു കഴിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ ജീവിത വീക്ഷണത്തിലൊക്കെ ഒരു വലിയ മാറ്റം, ആ ഒരു അനുഭവം കൂടി വലിയ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ജാതീയത പോലെ തന്നെ ഉണ്ടായിരുന്നത്, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലൊക്കെ ഇപ്പോൾ ഈ ജാതീയത എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഒക്കെ നമ്മൾ ഇപ്പോൾ തീണ്ടൽ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടായിരുന്നതാണല്ലോ. എന്നതുപോലെ തന്നെ ഈ പറയുന്ന ഇസ്ലാമിൻ്റെ ഉള്ളിലും എന്ത് തന്നെ പറഞ്ഞാലും ഇപ്പോൾ ഈ പിന്നെ എന്താ പറയുക, പിന്നെ കറുകറുത്ത ബിലാലും വെളുവെളുത്ത സൽമാൻ പാരീസും ഒരേ വരിയിൽ ഉണ്ണുന്നു ഉറങ്ങുന്നു എന്നുള്ള ഈ ഒരു പിന്നെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളൊക്കെ ഇവർ ഉപയോഗിക്കുമെങ്കിലും നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു. ഈ കാഫ്രീറ്റിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും എന്താ പറയുക, തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മളെ മതം വിജയിക്കുമ്പോൾ ആവേശം കൊള്ളുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, ആ മറ്റുള്ളവരെ തീർച്ചയായിട്ടും അന്യരായിട്ടാണ്. അതെ, പിന്നെ തീർച്ചയായിട്ടും നമ്മളവരെ കൂടെ നമുക്ക് അവരെ ഇഷ്ടമുണ്ട്. അതൊന്നും ഇപ്പോൾ ഈ മതത്തിൻ്റെ സംഭാവന അല്ല, അതൊക്കെ നമ്മൾ മനുഷ്യരോട് ഇടപഴകി ജീവിച്ച് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്, അല്ലാതെ ഈ കിതാബ് കൈ പിടിച്ചോണ്ടല്ല. പക്ഷേ എങ്കിൽ പോലും എൻ്റെ മതം ഇതിനേക്കാൾ വലുത് എന്നുള്ളൊരു കാഴ്ചപ്പാട്, മറ്റതൊക്കെ മോശം. പിന്നെ ആ മനസ്സിലുള്ള ആ ഒരു ത്വര, ഇവർക്ക് ഈ മതത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇത്, അത് പിന്നെ എന്താ പറയുക, ഒരു വിഷ്വൽ നമുക്കൊരു ആഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനുഷ്യന്മാരെ മുക്തി നേടി. അങ്ങനെ ഒരു സുപ്രീമസിയും അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മതങ്ങളും എല്ലാ മനുഷ്യരും തുല്യരാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എൻ്റെ മനസ്സിലുണ്ടായി. അത് മാത്രമല്ല, ഇതുവരെ മുൻപുണ്ടായിരുന്ന ആ ചിന്തകൾ പോലും എനിക്ക് സമ്മാനിച്ചത് ഈ കിതാബാണ്, ഈ പുസ്തകങ്ങളാണെന്നുള്ള ചിന്ത എന്നിൽ വല്ലാത്ത പ്രയാസം ഉണ്ടാക്കി. അത് പിന്നെ അത് വലിയ ഒരു മാറ്റമാണ് ഉണ്ടായത്. മനുഷ്യരാണ് നമ്മളെ കൊന്നാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ ഒരു പിന്നെ മതപൂർണ്ണമായി വിട്ടതിന് ശേഷമാണ് നമുക്കുണ്ടാകുന്നത്. മറ്റേ നമ്മൾ ഭയങ്കര ഇപ്പോൾ ഈ പറയുന്നത് പോലെ നമ്മൾ ഭയങ്കര ലിബറലാണ് ചിന്തകളിൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അത്ര വലിയൊരു പിന്നെ മതം പിന്നെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഓർത്തഡോക്സ് ആയ കുടുംബത്തിലല്ലെങ്കിൽ പോലും നമ്മൾ വാസുവേട്ടൻ്റെ മതം, വിനുവിൻ്റെ മതം നമ്മളെക്കാട്ടി മോശമാണ്, നമ്മളതാണ്, ഇവരൊക്കെ നരകത്ത് പോവല്ലോ, ഇവരൊക്കെ നന്നാക്കണേ, ആ ഒരു ചിന്ത മനസ്സിലുണ്ടായി. എനിക്കൊക്കെ ആ ഒരു തിരിച്ചറിവിൻ്റെ കൂടെ തന്നെ ഉണ്ടായ വേറൊരു തിരിച്ചറിവ് വെച്ചാൽ നമ്മൾ മനുഷ്യർ എന്ന് പറയുന്നത് മറ്റു ജീവികളെയും മറ്റെല്ലാത്തിനേക്കാളൊക്കെ മേലെ എന്തോ ഒരു മഹത്തായതാണെന്നുള്ളൊരു ധാരണയായിരുന്നല്ലോ നമ്മൾ, മനുഷ്യ കേന്ദ്രീകൃതമായിട്ടായിരുന്നല്ലോ നമ്മൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതും പോയി എന്നുള്ളതാണ്. നമ്മൾ വെറും ഒരു ജീവി മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവോട് കൂടി നമ്മുടെ എല്ലാ അഹങ്കാരവും ഒക്കെ ചോർന്നു പോകും. പിന്നെ നമ്മൾ വളരെ സിമ്പിൾ ആവുകയാണ്. പിന്നെ സിമ്പിളാണ്. മറ്റൊരു സംഗതി എന്നാൽ ഇപ്പം ഈ ഭീതിയുടെ നീളായിത്തിയിട്ടാണ് മതങ്ങളെ അതാണ് നമ്മളിൽ നിന്ന് പോകുന്ന ഏറ്റവും വലിയൊരു കാലത്തും. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് ഇവർ പറയുന്നത് എന്താണ്, നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് ഉമ്മാനിയും പെങ്ങന്മാരും നിങ്ങൾക്ക് അവരെ എന്തോ ആവാലോ, നിങ്ങൾക്ക് മറ്റേ മൊറാലിറ്റിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് ചിന്ത അതൊന്നും ചിന്തിക്കുന്നത്, അത് അവർ വെറുതെ വാദിച്ച് ജയിക്കാൻ വേണ്ടി പറയുന്നത്. അവർക്ക് അറിയാം ആ പറയുന്നത് മണ്ടത്തരമാണ്, അത് അറിഞ്ഞുകൊണ്ട് പറയാണ്. കാരണം അതിന് നമ്മൾ ചോദിച്ചിട്ടുണ്ട് അവരോട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു
പ്രശ്നമുണ്ടോ? ഇപ്പോൾ വിശ്വാസത്തിന്റെ ഒരു കടിഞ്ഞാൺ കൊണ്ടാണ് നമ്മളിപ്പോൾ ഉമ്മാനെയും പെങ്ങളെയൊക്കെ ഉപദ്രവിക്കാതിരിക്കുന്നതെങ്കിൽ അതേ കടിഞ്ഞാൺ കൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കണം. അതില്ലല്ലോ. അവിടെ ഉമ്മായിക്കും പെങ്ങൾക്കും നമ്മൾ അതല്ലല്ലോ. നമ്മൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു മൊറാലിറ്റിയുടെ ചിന്തയൊന്നുമല്ല. അത് മൊറാലിറ്റി ആയിട്ടൊന്നും ഒരു ബന്ധപ്പെട്ട കാര്യമേ അല്ല. അത് സഹജമായ ഒരു മനുഷ്യനിലും മറ്റു ജീവികളിലും ഒക്കെ പരിധിവരെയുള്ള കാര്യങ്ങളാണ്. മനുഷ്യന് ആ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചിന്തയോ അല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ വരുന്നില്ല. അത് അറിഞ്ഞുകൊണ്ട് നമ്മളെ തോൽപ്പിക്കാൻ എന്തെങ്കിലും പറയണമെന്ന് വിചാരിച്ചു പ്രകോപിപ്പിക്കാന്നുള്ള പറയുന്ന ഒരു മണ്ടത്തരാണ്. അത് സെൽഫ് ഗോളാണ്. പിന്നെ തീർച്ചയായും അതുപോലെ ഇവർ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് അധികാരം കൈക്കൽ കിട്ടിയാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാം അല്ലോ എന്നുള്ള പറയുന്നുണ്ട്. സത്യപരമായിട്ട് ഇവർ ഈ പറയുന്നത് എത്രമാത്രം വിഡിത്തരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാ അധികാരമുള്ളൊരു മനുഷ്യനെ ഇപ്പോൾ നമ്മൾ യുക്തി സ്വന്തം ചിന്തകനാണെന്ന് വിചാരിക്കുക. ഇവർ ഈ പറയുന്നതിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ എല്ലാ അധികാരവും ഉണ്ട്, അതുകൊണ്ട് നമ്മൾ മനുഷ്യരെ ഉപദ്രവിക്കാമെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഒരു കിട്ടുന്ന സമയം വരുമ്പോൾ ഈ ഉപദ്രവിച്ച ആളെ തിരിച്ചു ഉപദ്രവിക്കാൻ അവർ ശ്രമിക്കുമല്ലോ. അപ്പോൾ യുക്തിപരമായിട്ട് നമ്മൾ അവരെ ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നുള്ളതാണല്ലോ. ഉപദ്രവിക്കുക എന്നുള്ളതല്ല, നമ്മൾ പരമാവധി മറ്റുള്ളവരെ കൂടി സഹകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്കും സന്തോഷം. അതാണ് നമുക്കും സന്തോഷം ഉണ്ടാകുന്നത്. അതാണ് നമ്മളെ അതിലൂടെയാണ് നമ്മൾ സ്നേഹിക്കപ്പെടുന്നത്, നമ്മൾ ആദരിക്കപ്പെടുന്നത്. അത് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ. അതല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു മറ്റുള്ളവരെ എല്ലാം ഉപദ്രവിക്കുന്നതിലാണ് നമ്മൾ സുഖം കണ്ടെത്തുന്നതെന്ന് പറയുന്നതിൽ അർത്ഥം. അതെ അതാണ് ഇവർ പറയുന്നത്. നിങ്ങൾക്ക് എന്തും ആവാലോ, എന്തും ചെയ്യാലോ. ഇതൊന്നും നമ്മളൊരു ആകാശമാമനെ പേടിച്ചിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ നമുക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ നിലനിൽപ്പിന് നമ്മളെ മറ്റുള്ളവർ സ്നേഹിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടതാണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലക്ക് മനുഷ്യന്റെ ജീവിതത്തെ. ഇപ്പൊ നമുക്കൊരു പ്രശ്നം വന്നാൽ ഓടി വന്ന് സഹായിക്കാൻ ആകാശത്തുനിന്ന് ആരും ഇറങ്ങി വരില്ല. അതേസമയത്ത് നമ്മുടെ സഹജീവികൾ, ചുറ്റുമുള്ള സഹജീവികൾ ഓടി വരും. അത് നമുക്ക് അനുഭവമാണ്. ആ സഹജീവികളെ പിണക്കിക്കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് എന്താണ്? ഈ സഹകരണമാണ്. അത് നമ്മുടെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. ഈ തിരിച്ചറിവ് പരസ്പരം വന്നു കഴിഞ്ഞാൽ മനുഷ്യര് മോറലായിട്ട് ജീവിക്കും. ആ തിരിച്ചറിവ് പോലും ഇല്ലാത്ത ഒരു പ്രാകൃത കാലത്താണ് മനുഷ്യനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മോറൽ നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ഈ കഥകളെല്ലാം ഉണ്ടാക്കി. ഇന്ന് അത്തരം കഥകൾ ആവശ്യമില്ല. കാരണം ആവശ്യകത തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ ഹെൽമെറ്റ് പോലീസിനെ പേടിച്ചിട്ടാണ് ഹെൽമെറ്റ് ഇടാതിരിക്കുന്നതെങ്കിൽ അയാൾക്ക് ഒരു തിരിച്ചറിവില്ല. നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ആണ് ഇത് ചെയ്യുന്നത് തിരിച്ചറിഞ്ഞാൽ പിന്നെ പോലീസിന്റെ ആവശ്യം അവിടെ ഇല്ല. അതാണ് ഇതിന്റെ കാര്യത്തിൽ. പിന്നെ വേറൊരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷെ, ഇപ്പോൾ ഈ ഭീതിയുടെ നിലനിർത്തിയിട്ടാണ് മതങ്ങൾ ജീവിച്ചു പോകുന്നത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ മരണഭയം എന്ന് പറയുന്നത്. മാഷെ, നമ്മൾ എത്രയോ കുടുംബങ്ങളിൽ ഈ പറയുന്ന ആളുകൾക്ക് ഉറക്കമില്ല, മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. മതയന്ത്രങ്ങൾ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം ഇതാണ്. ഈ പറയുന്ന നരകഭയം കുത്തി നിറച്ചിട്ട് മനസ്സമാധാനത്തോടെ മരിക്കാൻ പോലും സമ്മതിക്കില്ല. കാരണം മരണം അടുക്കുന്നു എന്ന് തോന്നുന്നതോട് കൂടി ബേജാറ് കൂടുകയാണ്. അപ്പൊ കൂടെ ഇരുന്നുകൊണ്ട് ഈ ചൊല്ലി പറഞ്ഞ് മനുഷ്യരെ അവരെ ശരിക്കും പീഡിപ്പിക്കുക. അങ്ങനെ ഇപ്പം നമ്മളിവിടെയൊക്കെ ഇപ്പോൾ ഈ കുട്ടികളുടെ മാനസിക വളർച്ചയെ ഈ ഭീതിപ്പെടുത്തുന്ന കഥകൾ എത്രമാത്രം തളർത്തുന്നുണ്ട്. നമ്മുടെ അനുഭവം ഓർത്താൽ മതി. ഇപ്പൊ നിങ്ങൾ തന്നെ എനിക്കുണ്ടായിരുന്നു. ഞാനൊക്കെ കുട്ടിയായിരുന്ന കാലത്ത് ഈ ദജ്ജാല്, പരലോകം, മരണം, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇവര് പേടിപ്പിക്കുമ്പോൾ നമുക്ക് ഏത് സമയവും ഈ ബേജാറും പേടിയാണ്. ഞാൻ മരിക്കുമല്ലോ, എൻ്റെ ഉമ്മയും പപ്പയും മരിക്കുമല്ലോ, ഞാൻ മറ്റേ നാളെ നരകത്ത് പോലോ, അല്ലെങ്കിൽ കബറിൽ ഈ പറഞ്ഞ ഈ ഭീതിയൊക്കെയാണ് നമ്മൾ കുട്ടികളിൽ കുത്തിവെക്കുന്നത്. അതേസമയത്ത് നമ്മൾ കുട്ടികളെ വളർത്തിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെയുള്ള യാതൊരു ഭീതിയും അനുഭവിക്കാൻ വളരെ സന്തോഷമായിട്ട് അതായിട്ട് ജീവിച്ചു വളർന്നു വന്നു. അതാണ് നമ്മുടെ കുട്ടിക്കാലത്തെ പോലും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ കുട്ടിക്കാലത്തെ പോലും നശിപ്പിക്കണം. പിന്നെ അത് മാത്രമല്ല, എത്രയോ വീടുകളിൽ ഇപ്പോൾ ഡോക്ടർമാരടുത്ത് പോകുമ്പോൾ അവർ ഈ പ്രിസ്ക്രിപ്ഷൻ മരുന്ന് എഴുതി കൊടുക്കുന്നു. അതിൽ പലതും ഉറക്ക ഗുളികകളാണ് അവർ കഴിക്കുന്നത്. അവർക്ക് അറിയുന്നില്ല. അവർ പോയിട്ട് എനിക്ക് ഉറക്കം കിട്ടണില്ല എന്ന് പറയുന്നു. പക്ഷേ ഈ കഥ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട്. സത്യത്തിൽ ഇവർക്ക് ഈ ഭയമാണ്, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ ഖബറുണ്ടാവും എന്നുള്ള ഈ ഭയത്തോട് കൂടി അവർ പോവുകയാണ്. അപ്പോൾ ഉറക്കമില്ല എന്ന് പറയുമ്പോൾ
ഇവർ ഈ മരുന്ന് ആണ്ട് ഇവരിപ്പോ ഈ കിടന്ന് മലക്കം മറിയുന്നതും നമ്മൾക്കൊക്കെ എതിരായിട്ടൊക്കെ ഈ കിടന്നിട്ട് ഈ വെപ്രാളപ്പെടുന്നതിന്റെ ഒക്കെ കാരണം ഈ ഭയം തന്നെയാണ്. ഈ ഭയം തന്നെയാണ്. മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവർ ചെയ്യുന്നത്. മനുഷ്യനെ മാനസികാരോഗ്യം നഷ്ടപ്പെടുത്തി മനോരോഗികളാക്കി മാറ്റുക എന്ന ഒരു പ്രക്രിയയാണ്. അതാണ് മതങ്ങൾ ചെയ്തു പോകുന്നത്. അത് ഇസ്ലാം മാത്രമല്ല, മറ്റെല്ലാ മതങ്ങളും എല്ലാ വിശ്വാസകഥകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതിനുണ്ട് എന്ന് പറയുന്ന ഗുണത്തിന്റെ 100 ഇരട്ടി ദൂഷ്യങ്ങളാണ് അത് സംഭാവന. ഇപ്പൊ മദ്യത്തിന്റെ കാര്യം പറഞ്ഞാൽ കുറച്ചൊക്കെ ഗുണമുണ്ട്, കുറേ ദോഷമുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതേ സാധനം തന്നെയാണ് ഇത്. ചൂതാട്ടത്തിലുണ്ട് ഗുണം എന്നൊക്കെ പറയുന്നത്. അതെ അതെ അതെ.